السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. اتقوا الله عباد الله. عن أبي مالك الأشعري رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم والصدقة برهان. അബൂ മാലിക് അൽ അശ്അരി റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന സുദീർഘമായ ഒരു ഹദീസിൻ്റെ ഒരു ഭാഗമാണ് സൂചിപ്പിച്ചത്. ഇതിൽ അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, വസ്സദഖത്തു, ഒരാൾ ദാനം നൽകുക എന്നുള്ളത് ബുർഹാനുൻ, അത് ഒരു തെളിവാണ് എന്നുള്ള കാര്യം. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും, അസ്സദഖത്തു ഹുജ്ജത്തുൻ അലാ ഈമാനി ഫാഇലിഹാ فإن المنافق يمتنع منها لكونه لا يعتقدها فمن تصدق استدل بصدقته على صدق إيمانه والله أعلم. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എന്തിനുള്ള തെളിവാണ് സദഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനുള്ള തെളിവാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അസ്സദഖത്തു ഹുജ്ജത്തുൻ അലാ ഈമാനി ഫാഇലിഹാ, ആ സദഖ ചെയ്ത ആൾക്ക് ഈമാനുണ്ട്, അവൻ മുഅ്മിനാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഒരാൾ സ്വതക്ക ചെയ്യുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന്. കാരണം അദ്ദേഹം പറയാണ്, ഫഇന്നൽ മുനാഫിഖ യംതനിഉ മിൻഹാ ലികൗനിഹി ലാ യഅ്തഖിദുഹാ, ഒരു മുനാഫിക്കായ മനുഷ്യൻ, കപടവിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, സ്വതക്ക ചെയ്യൂല. കാരണം എന്താണ്? അവനക്ക് ആഖിറത്തിലും പരലോകത്തിലും ഇതിലൊന്നും എന്തില്ല, വിശ്വാസമില്ല. അപ്പോൾ ആഖിറത്തിൽ ദൃഢമായി വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ചെലവഴിക്കാൻ സാധിക്കുള്ളൂ. ഒരു മസ്ജിദ് ഉണ്ടാക്കാനാണെങ്കിലും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കാനാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും അള്ളാഹു തൃപ്തിപ്പെടുന്ന ഏത് രൂപത്തിലും ഒരാൾക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് അയാൾക്ക് ഹൃദയത്തിൽ ഈമാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് എന്നാണ് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഫമൻ തസദ്ദഖ ഇസ്തദല്ല ബിസദഖതിഹി അലാ സിദ്ഖി ഈമാനിഹി, ഇനി ആരെങ്കിലും ഒരാൾ സദഖ ചെയ്താൽ ആ സദഖ കൊണ്ട് നമുക്ക് തെളിവാക്കാം എന്ത്, അയാൾ മുഅ്മിനാണ് എന്ന കാര്യം നമുക്ക് തെളിവാക്കുകയും ചെയ്യാമെന്ന്. സദഖയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്സദഖതു തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉൽ മാഉ അന്നാറ, ഒരു തീയിനെ വെള്ളം എങ്ങനെയാണോ കെടുത്തിക്കളയുന്നത് അതേ രൂപത്തിൽ തിന്മകളെ, നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തിന്മകളെ സ്വതക്കകൾ എന്ത് ചെയ്യും, കെടുത്തിക്കളയുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നാളെ ഖിയാമത്ത് നാളിൽ യാതൊരു തണലുമില്ലാത്ത ദിവസത്തിൽ അള്ളാഹു തണലിട്ട് കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറഞ്ഞത്, അയാൾ വലത് കൈ കൊണ്ട് കൊടുത്തത് വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ ചെലവഴിച്ച മനുഷ്യർക്ക് നാളെ അള്ളാഹുവിൻ്റെ തണൽ പോലും ഉണ്ട് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളൊക്കെ നമ്മളെ കഴിവിൻ്റെ പരമാവധി, പണം കൂടുതലുള്ള ആളുകളുണ്ടാവും, പണം കുറവുള്ള ആളുകളുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് എന്താണോ കഴിയുക അതനുസരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു ഈത്തപ്പഴത്തിൻ്റെ പിന്നെ ഒരു ഇതുകൊണ്ടാണെങ്കിൽ പോലും, ഒരു ഈത്തപ്പഴത്തിൻ്റെ പകുതി കൊണ്ടാണെങ്കിൽ പോലും നീ എന്ത് ചെയ്യേ, നീ നരകത്തെ നീ അതിൽ നിന്ന് നിൻ്റെ ശരീരത്തെ നീ കാക്കുക എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ കുറഞ്ഞ ഒരു ഇതാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നമ്മൾ ചെലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.